മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഇന്നലത്തെ ആമുഖ ക്ലാസ് എല്ലാവരും കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. കേട്ടിട്ടില്ല എങ്കിൽ ആമുഖ ക്ലാസ് കേട്ടതിന് ശേഷം ഈ ക്ലാസ് കേൾക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കാരണം വർത്തമാന പുസ്തകത്തിൻ്റെ ചരിത്രപരമായ കാര്യം പഠിക്കണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണതയെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഓരോ ക്ലാസ്സും പൂർണ്ണമായി നമ്മൾ ശ്രവിക്കുകയും അതിനോടൊപ്പം വർത്തമാന പുസ്തകം ഒന്ന് വായിച്ചു പോകുന്നതും നല്ലതാണ്. ഒരുപക്ഷേ പുസ്തകം വായിച്ചിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ നമ്മൾ ഓരോ അധ്യായങ്ങളെയും ഓരോ പാദങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുക. ഒരു പാദം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഓരോ പാദങ്ങളെടുത്താണ് ക്ലാസ് എടുക്കുകയും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നൽകുകയും ചെയ്യുക. ഇന്നലെ നമ്മൾ കേട്ടത് മുഖവുരയാണ്. ആമുഖ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒന്നാമത്തെ പാദം, അതായത് മുമ്പിലത്തെ പാദം എന്നാണ് അതിനെ പറയുക. ഒന്നാമത്തെ അധ്യായത്തിനാണ് പറയുക. മുമ്പിലത്തെ പാദമാണ് ഇന്ന് ക്ലാസ് കേൾക്കാൻ പോവുക. 60 വരെയുള്ള പേജുകളാണ് എന്ന കാര്യം ഓർക്കുമല്ലോ. പുസ്തകത്തിൽ മാളിയേക്കൽ സാർ എഴുതിയ ഭാഷാന്തരം നടത്തിയ പുസ്തകത്തിൻ്റെ 60 വരെയുള്ള പേജുകളിലാണ് ഇന്നത്തെ ക്ലാസ്സുകൾ പോവുക. മുമ്പിലത്തെ പാദം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സഭയുടെ ചരിത്രം പഠിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മൾ കണ്ണുകളടച്ച് നമ്മുടെ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. സഭയുടെ ചരിത്രം, നമ്മുടെ പൂർവ്വികർ നമുക്ക് വേണ്ടി ധീരതയോടെ നടത്തിയ ഓരോ പ്രവൃത്തികൾ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കുവാനും ഇങ്ങനെ നമ്മുടെ സഭയെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും, സഭയെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സഭയെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ അറിവ് നമ്മുടെ ബുദ്ധിയിലും ഹൃദയത്തിലും ഒരുപോലെ വ്യാപരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകത്തിൽ നിന്നുള്ള ഈ ഭാഗം മലങ്കര സഭയുടെ ചരിത്രത്തിലെ നിർണായകമായൊരു വഴിത്തിരിവിനെയാണ് അടയാളപ്പെടുത്തുന്നത്. അതായത് വരാപ്പുഴ മെത്രാൻ മാർ ഫ്ലോറൻസിയോസിൻ്റെ ഖബറടക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളും അത് മലങ്കര നസ്രാണികളുടെ ഇടയിൽ ഉണ്ടാക്കിയ പ്രതികരണങ്ങളും 5 പ്രധാനപ്പെട്ട തലക്കെട്ടിലായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം മാർ ഫ്ലോറൻസിയോസിൻ്റെ നിര്യാണവും ആചാരലംഘനവും. 1773 വരാപ്പുഴ രൂപതയുടെ വികാരി അപ്പസ്തോലിക്കയായിരുന്ന മാർ ഫ്ലോറൻസിയോസ് അന്തരിച്ചു. കീഴ്വഴക്കമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഖബറടക്ക ശുശ്രൂഷകൾ, അതിന് കൗറ എന്നാണ് അറിയപ്പെടുന്ന ആ ഖബറടക്ക ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ അങ്കമാലി, ആലങ്ങാട്, പറവൂർ, കുത്തിയതോട് തുടങ്ങിയ ഇടവകളിൽ നിന്നുള്ള മലങ്കര സുറിയാനി ക്രിസ്ത്യാനികൾ വരാപ്പുരയിലെത്തി. എന്നാൽ പണ്ടു മുതലേ നിലനിന്നിരുന്ന ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് കർമ്മലിത്ത പാതിരിമാർ അവരെ ചടങ്ങുകളിൽ നിന്നും വിലക്കി. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പാതിരിമാരുടെ അവഹേളനപരമായ നിലപാട്. കർമ്മലിത്ത പ്രൊവിൻഷ്യലായിരുന്ന അനസ്തിയാസ്യോസ് പാതിരി മലങ്കര നസ്രാണികളോട് അങ്ങേയറ്റം നിന്ദാപൂർവം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങളുടെ മെത്രാൻ പൂക്കോട്ടൂർ താമസിക്കുന്ന ആളല്ലേ, ഈ മെത്രാൻ ഞങ്ങളുടേതു മാത്രമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നസ്രാണികളെ ചടങ്ങുകളിൽ നിന്നും പുറത്താക്കി. ഇത് മലങ്കരക്കാരെ അപമാനിക്കാനും അവഗണിക്കുവാനുമായി പാതിരിമാർ മുൻകൂട്ടി തയ്യാറാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ നടപടി എന്നാണ് മലങ്കരക്കാർ കരുതിയത്. മൂന്നാമത്തെ കാര്യം വരാപ്പുര മെത്രാൻ്റെ അധികാര പരിധിയിലെ വ്യക്തത. വരാപ്പുര മെത്രാൻ മലങ്കര സഭയുടെ യഥാർത്ഥ ഭരണാധികാരിയല്ലെന്നും മറിച്ച് പാപ്പായുടെ പ്രതിനിധിയായി താൽക്കാലികമായി നിയമിക്കപ്പെട്ട ഒരു മധ്യസ്ഥൻ മാത്രമാണെന്നും തോമാ കത്തനാർ ഇവിടെ സമർത്ഥിക്കുകയാണ്. കൊടുങ്ങല്ലൂർ മെത്രാപ്പോലിത്തയാണ് മലങ്കരയുടെ യഥാർത്ഥ ഇടയൻ. അതിനാൽ തന്നെ വരാപ്പുര മെത്രാൻ്റെ ഖബറടക്കം തങ്ങളുടെ മാത്രം കാര്യമാണെന്ന പാതിരിയുടെ വാദത്തിൽ സാങ്കേതികമായി ശരിയുണ്ടെങ്കിലും
അത് മലങ്കരക്കാരെ മനഃപൂർവ്വം അവഹേളിക്കാൻ ഉപയോഗിച്ചു എന്നതാണ് പ്രശ്നമായത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്കമാലിയിലെ കൂടിയാലോചനയും പ്രതിഷേധവുമാണ്. പാതിരിമാരുടെ ധിക്കാരപരമായ പെരുമാറ്റത്തിൽ മനം നൊന്ത മലങ്കര നസ്രാണികൾ വരാപ്പുഴയിൽ നിന്നും മടങ്ങി അങ്കമാലിയിൽ ഒത്തുകൂടി. കാലങ്ങളായി പാതിരിമാർ കാട്ടുന്ന അന്യായങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കാണണമെന്നും ഇത് കേവലം വികാരാവേശത്താൽ ചെയ്യേണ്ടതല്ലെന്നും അവർ തീരുമാനിച്ചു. സമുദായത്തെ ബാധിക്കുന്ന ഗൗരവകരമായ വിഷയത്തിൽ അല്ലെങ്കിൽ ഗൗരവകരമായ വിഷയമായതിനാൽ ഒറ്റപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ഐക്യത്തോടെ നീങ്ങാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അഞ്ചാമത്തെ കാര്യം ജനാധിപത്യപരമായ സഭാഭരണം അല്ലെങ്കിൽ യോഗം. അതിനെക്കുറിച്ചാണ് നമ്മൾ കാണുക. സമുദായത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എല്ലാ പള്ളികളുടെയും പ്രതിനിധികളെ വിളിച്ചുകൂട്ടി തീരുമാനമെടുക്കണമെന്ന പുരാതനമായ യോഗം അതിൻ്റെ സമ്പ്രദായത്തിൻ്റെ പ്രാധാന്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. പാതിരിമാരുടെ ശക്തി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവേകപൂർവ്വം നീങ്ങുന്നതിനായി മലങ്കരയിലെ എല്ലാ പള്ളിക്കാർക്കും കുറി, അതായത് അറിയിപ്പ് അയച്ച് ഒരു മഹാസമ്മേളനം വിളിച്ചു കൂട്ടാൻ അങ്കമാലിയിൽ കൂടിയവർ തീരുമാനിക്കുകയാണ്. അതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ 4ഉം 5ലും പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണേണ്ട ഒരു കാര്യവും കൂടിയാണ്. അതായത് സഭയുടെ പ്രധാനപ്പെട്ടൊരു തീരുമാനമാകുമ്പോൾ 1, 2 അല്ലെങ്കിൽ 3 പള്ളിക്കാർ ഒരുമിച്ച് കൂടി തീരുമാനിക്കുകയല്ല, അത് മുഴുവനും ആൾക്കാരും ചെയ്ത് സഭാമക്കളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് റോമിലെ പ്രൊപ്പഗന്ത തിരുസംഘത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവിടെ നൽകിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ 90-ാമത്തെ പേജിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ പുസ്തകത്തിലെ ഫുഡ് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. 60-ാമത്തെ പേജിൽ ഫുഡ് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം കൂടുതലായിട്ട് വായിക്കണം. അത് ഞാനിവിടെ പറയുന്നില്ല, കാരണം നമ്മൾ പുസ്തകം കൂടെ ഒരുമിച്ച് വായിച്ചു പോകേണ്ടതുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് വൈദികരും വിശ്വാസികളും ചേർന്ന യോഗം കൈകാര്യം ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ടിവിടെ പഠിപ്പിക്കുന്നുണ്ട്. അത് വത്തിക്കാനിൽ നിന്ന് നൽകിയിരിക്കുന്ന, റോമിൽ നിന്ന് നൽകിയിരിക്കുന്ന പ്രൊപ്പഗാന്ത തിരുസംഘത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എഴുത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് 60-ാമത്തെ പേജിലുണ്ട്. അതും കൂടി ഒന്ന് വായിച്ചു നോക്കണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. 1773 വരാപ്പുഴയിൽ വച്ച് അന്തരിച്ച മെത്രാൻ ആര്? മാർ ഫ്ലോറൻസിയോസ്. ഏത് മെത്രാപ്പോലീത്തായുടെ ഭരണകാലത്താണ് മാർ ഫ്ലോറൻസിയോസ് വരാപ്പുഴയിൽ താമസമാക്കിയിരുന്നത്? മലങ്കര മാർ സൽവദോർ ദസറീസ് എന്ന കൊടുങ്ങല്ലൂർ മെത്രാപ്പൊലീത്തായുടെ ഭരണകാലത്ത്. മാർ ഫ്ലോറൻസിയോസിൻ്റെ കബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വരാപ്പുഴയിലെത്തിയ പ്രധാന പള്ളിക്കാർ ആരെല്ലാമായിരുന്നു? അങ്കമാലി, ആലങ്ങാട്, പറവൂർ, കുത്തിയതോട്. സുറിയാനി പള്ളിക്കാരെ കബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തടഞ്ഞത് ആരാണ്? അനസ്തിയാസോസ് എന്ന കർമ്മലിത്ത പാതിരി. അനസ്തിയാസോസ് പാതിരിക്ക് ആ സമയത്ത് സഭയിലുണ്ടായിരുന്ന പ്രധാന ചുമതലകൾ എന്തെല്ലാമായിരുന്നു? കർമ്മലിത്ത സന്യാസ സമൂഹത്തിൻ്റെ പ്രവിശ്യ ഭരണാധികാരിയും അടുത്ത മെത്രാൻ വരുവോളം ഭരണം നടത്താൻ നിശ്ചയിക്കപ്പെട്ട ആളുമായിരുന്നു. നിങ്ങളുടെ മെത്രാൻ പൂക്കോട്ട് താമസിക്കുന്ന ആളല്ലേ എന്ന് പാതിരി പറയാൻ കാരണമെന്ത്? മലങ്കര നസ്രാണികളുടെ യഥാർത്ഥ ഇടയൻ കൊടുങ്ങല്ലൂർ മെത്രാപ്പോലിത്തയാണെന്നും വരാപ്പുഴ മെത്രാൻ മിഷണറിമാർക്ക് മാത്രമുള്ളതാണെന്നും വരുത്തി തീർത്ത്
മലങ്കരക്കാരെ ചടങ്ങിൽ നിന്നും ഒഴിവാക്കാനാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. മലങ്കര ഇടവകയുടെ യഥാർത്ഥ ഇടയനായി പാഠഭാഗത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? കൊടുങ്ങല്ലൂർ മെത്രാപ്പൊലീത്തായെ. വരാപ്പുഴ മെത്രാനെ മലങ്കര ഇടവകയുടെ കാര്യത്തിൽ ഒരു മധ്യസ്ഥൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? മെത്രാപ്പൊലീത്തായും വിശ്വാസികളും തമ്മിൽ പിണക്കമുണ്ടാകുമ്പോൾ അവർ സത്യമാർഗത്തിൽ നിന്നും മാറിപ്പോകാതിരിക്കാൻ അവരെ ചേർത്ത് പിടിച്ച് ഭിന്നതകൾ തീർക്കാനായി മാർപ്പാപ്പ നിയോഗിച്ച ആളായതുകൊണ്ട്. പാതിരിമാരുടെ പെരുമാറ്റത്തിൽ മനം നൊന്ത് വരാപ്പുഴയിൽ നിന്നും മടങ്ങിയവർ എവിടെയാണ് ഒത്തുകൂടിയത്? അങ്കമാലിയിൽ. വരാപ്പുഴ സംഭവത്തിനു ശേഷം പള്ളികൾക്ക് അയച്ച കുറിയിൽ പ്രധാനമായും എന്താണ് അറിയിച്ചിരുന്നത്? വരാപ്പുഴയിൽ വെച്ച് പാതിരിമാർ തങ്ങളെ അപമാനിച്ച കാര്യവും അവരെ ഒഴിവാക്കി മെത്രാൻ്റെ കബറടക്കം നടത്തിയ സംഗതിയും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ എല്ലാവരും അങ്കമാലിയിൽ കൂടണമെന്നാണ് അറിയിച്ചത്. പ്രധാനപ്പെട്ട സമുദായ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കാൻ പഴയ കാലത്ത് മലങ്കര പള്ളിക്കാർ സ്വീകരിച്ചിരുന്ന രീതി എന്തായിരുന്നു? സമുദായത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളിൽ 1-2 പള്ളിക്കാർ മാത്രം തീരുമാനമെടുക്കാതെ എല്ലാ പള്ളിക്കാരെയും വിളിച്ചുകൂട്ടി ആലോചിക്കുക എന്നതായിരുന്നു അവരുടെ പതിവ്.